അപ്പം നമ്മളെ ഞായറാഴ്ച വൈകുന്നേരം രാവിലെ തട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോയിൽ പെടുത്തിയില്ല. ഇപ്പോൾ ഫ്രീ ആയപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം കുറച്ച് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കൊണ്ടാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്കൊക്കെ ബീഫും എന്താ പത്തിരി നമ്മൾ പത്തിരി ഞാൻ ഉദ്ദേശിച്ചത് പൊരിച്ച പത്തിരി ഉണ്ടാക്കാനാണ് കേട്ടോ. പൊരിച്ച പത്തിരിയും കുറച്ച് പൂരിയും ഒക്കെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്ന് രാത്രി നമുക്കതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ. ബീഫ് കറി, പത്തിരി, പൂരിയും ആണ് സെറ്റാക്കാൻ പോണത്. അപ്പോൾ നമ്മളെ അടുത്ത പണി പെട്ടെന്ന് നോക്കട്ടെ. മാനുവിന് ഞായറാഴ്ച ആയിട്ട് ഇവിടെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കുറേ പോസ്റ്റൊക്കെ പൊട്ടിയിട്ട് മാനുവിന് ഇന്ന് ലീവില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, മാനു വരുമ്പോഴത്തേന് ഇതൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫൊക്കെ മുറിച്ച് ലെവൽ ചെയ്ത് ഇപ്പോൾ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫുള്ളായി അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി നോക്കുന്നത്. കാരണം ഇത് വെന്തോളുമല്ലോ. അപ്പോൾ ഇതിന് പത്തിരിൻ്റെയും പൂരിൻ്റെയൊക്കെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇത് സെറ്റാക്കി വെക്കട്ടെ. ഇതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ പൊളിച്ചാൽ ഇങ്ങനെയാണ് ഏൽപ്പിക്കണത് കേട്ടോ. 25 മിനിറ്റോ 10 സെക്കൻഡ് ഉറപ്പാ. അപ്പം ഞാൻ അവിടെ പാര അവിടെ കുഴിച്ചിട്ടേക്ക കേട്ടോ. ഓ എന്താ ഇത് മത്സരമാണോ ഗൈസ്? അപ്പം ഞാൻ അവിടെ പാര വെച്ചിട്ട് ഇവനാണ് എനിക്ക് തേങ്ങ പൊളിച്ചു തരുന്ന ആള്. എനിക്ക് ആര് പാരേ പൊളിക്ക ചോർന്നു ഇനി എന്ന് ജന പൊളിച്ചാ മതി. ഇനി അത് ചിരവി തരൂ. അപ്പോൾ ഇവനെല്ലാ പണിക്കും കൂടി തരും കേസ്. ഇത്ര നല്ല നിഷ്കളങ്കമായ കുട്ടീനെ നിങ്ങൾ ആരും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇതാക്കണ അണ്ണാച്ചി ഇവിടെ മൈലാഞ്ചി ഇട. എന്ത് നിഷ്കള്ളനായ ആരാണ് ആ ബക്കറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചേ? അതൊക്കെ എടുത്തച്ചാണി. അപ്പോൾ നമ്മളിത് വെക്കട്ടെ. അതിന് മുന്നേ ഇത് ഇതാക്കട്ടെ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊട്ടത്തേങ്ങ അത് പൊളിച്ച എങ്ങനെ ഞാൻ പൊളിച്ചാലും ബൽക്കൊന്ന് പറഞ്ഞു കൊടുത്താ. ആദ്യം അതിന് കണ്ണ് കുത്തും ഗൈസ്. എന്നിട്ട് കണ്ണ് കുത്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കും. എന്നിട്ട് ഞാൻ അവിടെ ഒരു അമ്മയുണ്ട്, അതിന് കൊണ്ടുപോയി ഒരൊറ്റ അപ്പോൾ 4 കഷ്ണം എന്നിട്ട് പൂണ്ടിട്ട് മിക്സിയിലിടും. എങ്ങനെയുണ്ട്? ഒക്കെ ശരിയാക്കി. ഞാൻ അപ്പോൾ ഇവിടെ എത്ര ക്ലീനാക്കി വെച്ചത് പാണ്ടോ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെകിരിട്ട്. ഇതാണ് വിലക്കര്. ഈ കഷ്ണമാണെങ്കിൽ ഞാൻ ഒഴിവാക്കി ഇവിടുന്ന് കുഴങ്ങി. എന്താ ചെയ്യുക ഗൈസ്? ഒരു അനുസരണല്ല അതുവരെ തേങ്ങ ഒളിച്ചത് അനുസരണ ശീലനാണ്. എന്നാ ഇത് പൊട്ടിക്ക് ഇത് ശരിയാക്കാം. അപ്പോൾ ഞാൻ അയക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ ശരിയാക്കാം. ഇങ്ങനെ നാളെ എൻ്റെ കല്യാണം മൈലാഞ്ചി ഇടുകയാണേ. എന്ത് ഈ കാട്ടണം? ഇനി തേങ്ങ ഒളിച്ചാൽ വെള്ളം കളയല്ലേ? അജ്ജേ ഇജാതി പണിയൊക്കെയാണ് കേസ് പണി എടുത്തുതരിക. എന്താണ് ഒരു തേങ്ങ കൊണ്ട് കാട്ടുന്നത്? ഉണ്ടോ കോൽക്കളിയുണ്ട് ആട്ടെ. അതിന് വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇവള് ഇവിടെ കാട്ടുന്നത് തേങ്ങ കത്തി എന്താ ഈ കാട്ടി വെച്ചിട്ടുണ്ട്. ആട്ടെ അതിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊട്ടഞ്ഞ് പോകുന്നത്. നല്ലതാ അല്ലേ?
വാവ് പറയുന്ന മൂക്കാണല്ലോ. എനിക്ക് അലർജിയാണ് കേസ്. മടിയന്മാർക്കുള്ള അസുഖം എന്തേ കാലുമട് മൈലാഞ്ചി ഇടും. നിങ്ങൾ പോരിമ്മ, അത് എടുക്കണ്ട്. നിങ്ങൾ പോര്. ഇടറിയ കാലുമക്ക് മൈലാഞ്ചി. എന്നാ ഞാനിപ്പോൾ പണി തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണ ഇവൻ പൊളിച്ചു കൊടുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ഈ രൂപത്തിലാക്കി എടുത്തിട്ടോ ഗൈസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ സൂത്രം കാട്ടിത്തരാം. നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കി എന്താ എന്താണ് ഇപ്പൊ സൂത്രം? അതിന്റെ മേലെത്താ കൊട്ട അതിന്റെ സൈഡിലോ ചൂലുകൾ അവിടെ നേരെ വെച്ചാൽ നിങ്ങളൊക്കെ കാലും കൈ ഓടിച്ചിട്ട് അതിൻ്റെ ആ അടിച്ചു വരുന്ന സാധനം ഞാൻ ഓടിച്ച് ചുരുട്ടി വെക്കും. അപ്പം ഞാൻ എന്താ സൈഡിൽ വെക്കും. അപ്പം കണ്ടോ അങ്ങനത്തെ തേങ്ങാനെ നമ്മളിങ്ങനെ കാട്ടിയെടുക്കും. അതായത് മിക്സിയിൽ ഇട്ടിട്ട് ഗ്രില്ല് കോഴി വെക്കല്ല എന്നു പോയിരുന്ന കുറച്ചു നേരം എങ്ങനെയുണ്ട്? അതാണ് അതെങ്ങനെ പറഞ്ഞതാ? അത് ഇങ്ങോട്ടും തിരിച്ചു ഇങ്ങോട്ടും തിരിച്ചു ഒറ്റ ഏതാണ് ആന്റിന്റെ പേര്? പറഞ്ഞു. മിന്നുവാന്റിയെ കാണുകയാണെങ്കിൽ കമന്റ് അടിക്കുക. അപ്പോൾ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതാക്കണേ. അങ്ങനെ ഞാൻ പറഞ്ഞ 2 സംഭവങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പൊരിച്ച പത്തിരി കുറച്ച് കരിഞ്ഞിക്കണ് ഗേസ്. നല്ല രസമുണ്ട് കണ്ടോ. ഇത് പൂരി നിന്റെ വക സ്പെഷ്യലി എന്തുണ്ടാക്കണം? എന്തൊക്കെയോ ചോക്ലേറ്റ് ഡയറി മിൽക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് എന്തോ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എന്താ ചെയ്യുക, വെറും തിന്നുക ആ ഒരു പരിപാടിയുള്ളൂ ഇവിടെ. അപ്പോൾ അടുത്തത് ബീഫ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേവ് കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ച് ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇതാണ് ആ സാധനം ഇപ്പം വാങ്ങിക്കൊണ്ടുവന്ന് ഉണ്ടാക്കി. വേണമെങ്കിൽ ചക്ക വേരിലും കഴിച്ചും പറഞ്ഞാലേ ഓനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓൻ അടുപ്പത്തേക്ക് നിൽക്കും, ഉണ്ടാക്കും, തിന്നും. എന്താ ഇത് കാട്ടി? എന്തൊക്കെയാണ് അതിൽ? ഡയറി മിൽക്കും ബ്രെഡും പഞ്ചസാര പിന്നെ പഞ്ചസാരല്ല ബ്രെഡിന്റെ ഓയിലും എന്നിട്ട് ചട്ടിയിലിട്ട് പൊരിച്ചിട്ട് എന്തൊക്കെ കാട്ടി കൊണ്ടുവന്ന് ഞാൻ ടേസ്റ്റ് നോക്കി കൊള്ളാം നോക്കട്ടെ. തള്ളിട്ടിട്ട് കുട്ടികൾക്കൊന്നും എടുത്തേക്കില്ല, ഒറ്റക്ക് തിന്ന്. കണ്ടോൾ ഗൈസ് കണ്ടോ. ആർക്ക് കണ്ട നോൺച്ചി എന്തേലും ഉണ്ടാക്കാനും തിന്നാനും വിചാരിച്ച അപ്പം കിട്ടണം. അടിപൊളി. റിയ പുറത്ത് പോയിക്കാ, അകത്തൊന്നും ആക്കല്ലേ. ഒറ്റക്ക് തിന്നിട്ട് പഴുത്തോൻ തിന്നാണ് കേസ്. തേങ്ങ പൊളിച്ചോണ്ടായിരിക്കും. നമ്മളെ മമ്മിക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഇരുന്നോളിയമ്മ, കോണിയും മരിക്കണം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.